ഓക്കെ, ഗുഡ് മോർണിംഗ് ഗൈസ്. എന്താണ് മറ്റൊരു രസകരമായിട്ടുള്ള UFC ഫൈറ്റ് നൈറ്റ്, അതായത് റോബോട്ട് വിട്ടേക്കർ വേഴ്സസ് ഇക്രം അലിസ്ക്രോവ്. കൺഗ്രാറ്റ്സ് ടു റോബോട്ട് വിട്ടേക്കർ. അപ്പോൾ ഈ ഫൈറ്റിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഇൻസ്റ്റാ പേജ്, അവിടെ വളരെയധികം കോമ്പാക്ട് റിലേറ്റഡ് ഹോട്ട് ആക്ഷൻസ് നടക്കുന്നുണ്ട്. അതൊന്ന് ഫോളോ ചെയ്യുക. ദീപക്_അശോകൻ UFC മലയാളം, ദീപക്_അശോകൻ UFC മലയാളം. ഇനി നമുക്ക് ഇതിലേക്ക് വരാം. റോബോട്ട് വിട്ടേക്കർ, ഇക്രം അലിസ്ക്രോവ്. അതായത് നമ്മൾ പ്രതീക്ഷിച്ച ഒരു കാര്യമാണ്, വളരെ ആഴത്തിൽ നോക്കേണ്ട കാര്യമൊന്നുമില്ല. റോബോട്ട് വിട്ടേക്കറിന് ഒരുപാട് എക്സ്പീരിയൻസ് കൂടുതലായിരുന്നു. ഇക്രം അലിസ്ക്രോവ് UFC-യിൽ ഒരു മൂന്നാമത്തെയോ നാലാമത്തെ ഫൈറ്റാണ്, അതാണ് സംഭവിച്ചത്. അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ റോബോട്ട് വിട്ടേക്കർ ആദ്യം ഒരു അറ്റാക്ക് നടത്തുന്നു, അതിനകത്ത് കുലുങ്ങിപ്പോകുന്നു, ഇക്രം വീഴുന്നില്ല. വീണ്ടും അറ്റാക്ക് നടത്തുന്നു, ഒരു ഹൈ കിക്ക് അടിക്കുന്നു, അതിലും വീഴുന്നില്ല, ഒരു അപ്പർ കട്ട് കൊടുക്കുന്നു, അവിടെ വീഴുന്നു. അതാണ് എക്സ്പീരിയൻസ് എന്ന്. ഇത് ഞാൻ പറയുന്നതല്ല, DC പറഞ്ഞാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ റോബോട്ട് വിട്ടേക്കറിന് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഫൈറ്റ് എന്ന് തന്നെ പറയാം. ഇക്രമിനെ സംബന്ധിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ആള് റോബോട്ട് വിട്ടേക്കർ എന്നൊക്കെ പറഞ്ഞാൽ അധികായനാണ്. അധികായൻ എന്ന് പറഞ്ഞാൽ എന്താ, ഭയങ്കര ഫൈറ്റർ, ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഫൈറ്ററാണ്. എനിക്കൊരു സംശയം എന്ന് പറഞ്ഞാൽ ഹംസത്ത് മുങ്ങിയതാണോ? കാരണം റോബോട്ട് വിട്ടേക്കറിന്റെ ഈ ഫോം കണ്ടിട്ട് ഹംസത്തിന്റെ ടീമും കൂടെ മുങ്ങിയതാണോ എന്നും എനിക്കൊരു സംശയമുണ്ട്. കാരണം ആ അൺബീറ്റൺ സ്ട്രീക്ക് നഷ്ടപ്പെട്ടാലോ എന്ന് വിചാരിച്ചിട്ടേ, എൻ്റെ തോന്നലാണ്. ചിലപ്പോൾ വയ്യാഴി ആയിരിക്കാം, അറിയത്തില്ല. പിന്നെ ഈ ഒരു ഫൈറ്റ് കാർഡിൽ മറ്റൊരു സൂപ്പർ താരം, ഓൾറെഡി സൂപ്പർ താരമായി കഴിഞ്ഞു, ഈ ഷാറാ ബുള്ളറ്റ്. ഓക്കെ, ഉഗ്രനല്ലേ, നല്ല പേഴ്സണാലിറ്റി, എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് പുള്ളിനെ. പേറൈറ്റ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. സൂപ്പറായിരുന്നു ആ ഒരു KO. അപ്പോൾ എന്തായാലും മിഡിൽ വെയിറ്റിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കുന്നു. വിട്ടേക്കറിന് ഇനിയും ചാമ്പ്യൻഷിപ്പ് പട്ടമായിരിക്കും, ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽ ഫൈറ്റിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളായിരിക്കും. എപ്പോഴത്തെയും പോലെ നല്ലൊരു കാർഡായിരുന്നു സൗദി അറേബ്യ. ഇനി സൗദി അറേബ്യയിലും അബുദാബിയിലൊക്കെ ഇഷ്ടംപോലെ ഫൈറ്റ്സ് ഇങ്ങനെ വരാൻ പോവുമായിരിക്കും. നല്ലൊരു ലൊക്കേഷനാണ്, നല്ലൊരു UFC-ക്ക് നല്ലൊരു ഒരു പ്രോഗ്രസ് ആണ് ഉണ്ടാകാൻ പോകുന്നത്, അല്ലേ? അപ്പോൾ എന്തായാലും നമ്മുടെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ദീപക്_അശോകൻ UFC മലയാളം. ബൈ ഗൈസ്, ടേക്ക് കെയർ.